everybody, welcome back to another very good, exciting episode of Abhi's Media. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. യാത്ര എങ്ങോട്ടാണെന്നുള്ളത് അടുത്ത് വരുന്ന വ്ളോഗുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു യാത്രയിൽ ആ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ പ്രഭാത ഭക്ഷണത്തിനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കാന്താരി റെസ്റ്റോറൻറ്റിലാണ്. കാന്താരി റെസ്റ്റോറൻറ്റ് നമ്മൾ ഈ കോട്ടയം ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ വളരെ വൈഡായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല റൂഫ് ടോപ്പ് ഫുള്ള് നല്ല ലൈറ്റൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെയാണ് കയറിയത്, പക്ഷെ എന്നാലും ആ ലൈറ്റൊക്കെ ഇട്ട് അവർ ആ ഒരു ഡെക്കോറ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വാഷ്റൂമായിരുന്നാലും ഞാൻ ഇടയ്ക്ക് വാഷ്റൂമിൻ്റെ അവിടെയൊക്കെ വാഷ്റൂമിലോട്ട് നമ്മൾ പോവാണ്. അപ്പം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഭയങ്കര നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ടാണിത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇത്രയും നല്ലൊരു ബാത്റൂമൊക്കെ ഉള്ളൊരു ഹോട്ടൽ ഈ ലോക്കലി ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു റെസ്റ്റോറൻറ്റും അവരുടെ ഫുൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു വലിയൊരു മിറർ ബാത്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ നല്ല പാലപ്പവും ചിക്കൻ മപ്പാസുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അഭിയേട്ടനാണെങ്കിൽ പാലപ്പവും അതിൻ്റെ കൂടെ തന്നെ മിക്സഡ് വെജിറ്റബിൾ കറിയുമാണ് ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പാലപ്പത്തിൻ്റെ ടേസ്റ്റ് ഒരു അന്യായ പാലപ്പമായിരുന്നു കേട്ടോ. പാലപ്പം ആയാലും അതിൻ്റെ കൂടെ ആ ചിക്കൻ മപ്പാസ് മുക്കിയെടുത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എൻ്റെ പൊന്നോ, എപ്പോഴും വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരെ. വളരെ ഡിലീഷ്യസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ യാത്ര പോകുന്നെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം കുറച്ച് ടയറിങ് ആയിട്ടുള്ള ലോങ് ജേർണിയാണ് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, ചിലപ്പം ലഞ്ചൊക്കെ നമ്മളിവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കഴിക്കുന്നുണ്ടാവും. അവിടുത്തെ വിഷ്വൽസും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചതിന് ശേഷം കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് കുശലം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയോടുകൂടി. അതിൻ്റെ കുശലങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ വഴിയെ വരുന്നതായിരിക്കും. അപ്പം അത് ഫുഡൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളിത് ബില്ലിംഗ് കൗണ്ടറിലോട്ട് പോയി. കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു. 2 മിനിറ്റ് നമുക്ക് അവിടെ ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ എക്സ്ട്രാ ഓർഡർ ചെയ്തു, കാരണം പറഞ്ഞായിരുന്നല്ലോ യാത്രയിലാണെന്നുള്ളത്. അപ്പം വണ്ടിയിൽ കുറച്ച് ഡ്രിങ്കിങ് വാട്ടറൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജ്യൂസ്, അതായത് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മരുന്ന് കഴിച്ച ഉടനെ എനിക്ക് ആ ജ്യൂസ് കുടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് കുറച്ച് കഴിഞ്ഞിട്ട്, മരുന്നൊക്കെ കഴിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസ് കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടേക്ക് അവേ ആയിട്ടൊരു ജ്യൂസൊക്കെ എടുത്തത് വീണ്ടും യാത്ര നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ മനോഹരമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കണ്ടുവരാം. അങ്ങനെ യാത്ര ചെയ്ത് വിശക്കാറായി. ഉച്ചയ്ക്ക് ഒരു 2:30 കഴിഞ്ഞപ്പോഴാണ് ലഞ്ചിന് വേണ്ടിയിട്ട് ഹോട്ടൽ തപ്പിയത്. അപ്പം ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ചെറിയ ഹോട്ടൽ നമുക്ക് കണ്ടുപിടിച്ചു. കാരണം നമുക്ക് മീൽസ് തന്നെ നിർബന്ധമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ മീൽസ് ആ സമയത്ത് കിട്ടുന്ന ഹോട്ടൽ തപ്പി നടന്നിട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടൽ നമുക്ക് കിട്ടി ഓൺ ദ വേയിൽ. അപ്പോൾ അവിടുന്ന് നമ്മളിതാ എന്താ പറയുക, ചോറും അതിൻ്റെ കൂടെ ചമ്മന്തിയും, നല്ല കാന്താരി ചമ്മന്തിയും മുളക് വറ്റലും
ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കക്ക. ആഹാ, കുറേ നാളായിട്ട് കഴിക്കാൻ കൊതിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. കക്ക ഇറച്ചി ഒലത്തിയത്. പിന്നെ നമ്മുടെ അബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണ് കേട്ടോ ഈ ഒരു സാധനം. എന്താണെന്ന് വെച്ചാൽ കൊഴുവ ഫ്രൈ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെത്തോലി ഫ്രൈ എന്ന് പറയും. അബിയൊക്കെ ഇതിന് കൊഴുവ എന്നാണ് പറയുന്നത്. ആ എറണാകുളം സൈഡിലൊക്കെ ഇതിന് കൊഴുവ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ രസിച്ചിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും അവിടെ ടി വിയിൽ നമ്മുടെ യുദ്ധത്തിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സൈനികരിങ്ങനെ അതിൻ്റെ എന്താണ് കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ള ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹോസ്പിറ്റലിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.